എന്തേ കാരണം? 11 കാരണങ്ങളാണ് പ്രധാനമായും ഗൗസുൽ ആദം ലോകത്ത് ഹൈലൈറ്റ് ചെയ്യപ്പെടാൻ കാരണം, ലോകത്ത് ഉയർത്തി കാണിക്കപ്പെടാനും ലോകം മുഴുവനും അംഗീകരിക്കാനും ലോകം മുഴുവനും സ്മരിക്കാനും കാരണമായിട്ടുള്ളത്. പ്രധാനമായും അവിടുത്തെ ജീവിതത്തിൽ 11 കാര്യങ്ങളുണ്ട്. ഒന്നാമതായി വംശശുദ്ധിയാ. തഖയ്യറൂ ലിനുതഫികുമുൽ അക്ഫാ ഖാല റസൂലുള്ളാഹി സുൽത്താനുൽ ഔലിയാ എന്ന് പേരുള്ളോവർ സയ്യിദവർ തായോ ബാവയുമാണോവർ ബാവാമുദോകുന്ന കുതുബായി വന്നോവർ ബാനോ ആദേളിലു കേളി മികച്ചോവർ. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു മഹാന്മാരെ പേര് കേൾക്കുമ്പോൾ സജീവമായി റളിയല്ലാഹു അൻഹു ചൊല്ലണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. അത് മിൻ ശിആരി അഹ്ലി സുന്ന, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുടെ അടയാളാണ് എന്നാണ് നമ്മളൊക്കെ ചൊല്ലാറുണ്ട്. ഇടയ്ക്കൊരു വ്യത്യാസം കാണിക്കും അല്ലേ? ഇപ്പം നമ്മൾ മൗലിദൊക്കെ ഓതുമ്പോൾ ഇന്ന അബ്ദുല്ലാഹി ലാ ബത്നി ആമിന, സത്യം പറയാം അബ്ദുല്ലാൻ്റെ അവിടെ ചെല്ലിയോ? എൻ്റെ അബ്ദുള്ള പൈസ കടം വാങ്ങി മുങ്ങിയാളാ? എന്താ പ്രശ്നം? അപ്പോൾ അബ്ദുല്ലാൻ്റെ അവിടെയും ചെല്ലണം, ആമിന ബീവിൻ്റെ അവിടെയും ചെല്ലണം. അതിന് രണ്ടിനും കൂടെ റളിയല്ലാഹു അൻഹുമാന്ന് ചൊല്ലിയാൽ മതി. ഈ ചില കദളിപ്പഴത്തിന് കണ്ടിട്ടില്ലേ, 2 പഴത്തിന് ഒറ്റത്തൊലി. ഓരോന്നെടുക്കാൻ പറഞ്ഞാൽ ചില ആളുകൾ അത് നോക്കിയെടുക്കാറുണ്ട്. മതി. ആ മഹാന്മാർ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു ചൊല്ലുക, ഒരു റാഹത്താണ്. ദ്വാരക്കുമ്പോൾ നല്ല ഉഷാറായി ആമീൻ പറഞ്ഞു. അദ്ദാഇ വൽ മുഅമ്മിനു ഫഹുമാ ദാഇയാനി ഖാല റസൂലുള്ളാഹി. രണ്ടാളും ദ്വാരക്കണോരാ. നാളെ ജോലിയിൽ വർക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ട് ദ്വാരന്നിട്ട് ആമീൻ പറയണില്ല ആൾക്കാർ. അപ്പം എന്താ നോക്കുമ്പോൾ അയാൾക്ക് ഈ ഖബർ കുഴിക്കലാത്ര പണി. അപ്പം അയാൾ ജോലിയിൽ വർക്കത്തുണ്ടായാൽ നാട്ടുകാർ മരിക്കുന്നതാണ് ആളുകളെ ഒപ്പ്. വേറെ രൂപത്തിൽ വർക്കത്തുണ്ടായാൽ മതിയല്ല. വംശശുദ്ധി വളരെ പ്രധാനമാണ്. മഹാനരായ ഗൗസുൽ ആദം അവിടുന്ന് അഹ്ലു ബൈത്തിൽ ഉന്നതരാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആക്ക് നേതൃത്വം നൽകാനും അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകളുണ്ട്. മഹാന്മാരായ മുൻഗാമികളായ കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള മഹത്തുക്കളൊക്കെ അവരുടെ ഇഹപര ജീവിതത്തിന്, വിശിഷ്യ പാരത്രിക ലോകത്തെ വിജയത്തിന്, ഉന്നമനത്തിന്, പുരോഗതിക്ക് വേണ്ടി അവര് മുന്നിൽ നിർത്തിയിരുന്നതാരാ? അഹ്ലു ബൈത്താ. ആ അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാനാണ് അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്തമാ أبا وأما شريفين قد اجتمعا فكنت شمسا وبدرا نورا التمعا أنت الأحق لتدعى محي الدين يا محي الدين يا محي الدين
ആ നിലക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതരാവാൻ ഒരു കാരണം അവിടുത്തെ വംശശുദ്ധിയിൽ പ്രധാനമാണ്. അവിടുന്ന് ബാപ്പ ഭാഗത്തിലൂടെ ഹസൻ എന്നവരിലേക്കും ഉമ്മ ഭാഗത്തിലൂടെ ഹുസൈൻ എന്നവരിലേക്കും പരമ്പര ചെന്നുമുട്ടുന്ന വലിയ മഹാനാണ്. അവിടുത്തെ ജീവിതത്തിൽ, അവിടുത്തെ പിതാവിന്റെ ജീവിതത്തിൽ ചെറുപ്പത്തിൽ നടന്ന സംഭവമൊക്കെ പലപ്പോഴും കേൾക്കാറുള്ളവരാണ്. ആ നിലക്ക് നല്ല സന്തോഷത്തോടെ ആത്മീയതയിൽ അധിഷ്ഠിതമായി ജീവിച്ച മഹാനരായ ഗൗസുൽ ആലം അല്ലാഹുവിന് വേണ്ടി ജീവിതം മുഴിഞ്ഞു വെച്ചവരാ. ഇത് കുന്തലിൽ ഖാദിരിൽ മുഖ്താരി അബ്ദൻ ആതാ അഅതക മിൻ ഖുദ്റതി മശിത മിൻ രാജാതിരാജനായ അല്ലാഹുവിന് വഴിപ്പെട്ടവരാ. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവരാണ് അൽ-ആരിഫു ബില്ലാഹ്. അവർ അല്ലാഹുവെ അറിഞ്ഞവരാണ്. അല്ലദീന യുവാളിബൂന അലത്താഅത്ത്, ഇബാദത്തിന്റെ വിഷയത്തിൽ ഉന്നതരാ. സാലിഹീങ്ങളുടെ ലക്ഷണം വിശുദ്ധ ഖുർആനിൽ കാണാം. ലൈസു സവാഅം മിൻ അഹ്ലിൽ കിതാബ് ഉമ്മത്തുൻ ഖായിമത്തുൻ യത്ലൂന ആയാതില്ലാഹ് ആനാഅൽ ലൈലി വഹും യസ്ജുദൂൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകരി വയുസാരിഊന ഫിൽ ഖൈറാത്ത് ഉലൈക മിനസ് സ്വാലിഹീൻ. സ്വലാഹിയത്തുള്ള വ്യക്തിത്വമായി റബ്ബിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടാൻ അടിമ ഉടമയുടെ മുമ്പിൽ നിർവഹിക്കേണ്ട, അനിവാര്യമായി അനുവർത്തിക്കേണ്ട അഭിവാജ്യമായ ഘടകങ്ങളാ 8 കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്. ഒന്നാമത്തെ അടയാളം ഏതാ? ഉമ്മത്തുൻ ഖായിമാ, ഉൾക്കൊണ്ട ആദർശത്തിൽ ഉറച്ചു നിന്നവരാ. ഇബ്ലീസവരേച്ച ദീപാനായി ചെന്നാര് ഇബ്ലീസേ ചാത്തിക്ക് ഡപ്തി ആയച്ചോവർ. അവിടുന്ന് നട്ടുച്ച സമയത്ത് വളരെ പ്രയാസപ്പെട്ട് ദാഹിച്ചവശരായ ഒരു സമയം, നല്ല ചൂടുള്ള സമയം, ഭയങ്കര തണുപ്പല്ലേ? തണുപ്പുണ്ടോ? ചെറിയ തണുപ്പ്. എന്ത് തണുപ്പ്? അതൊന്നൊരു വിഷയമല്ല. ചില മേഖലയിൽ ഭയങ്കര ചൂടുണ്ടാവും, ചില ഏരിയയിൽ ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ടാണ് ഈ വയനാട്ട് പോയിട്ട് മഹേശ്വറിനെ പറ്റി വേലറിഞ്ഞാൽ ഓല് ചിരിക്കും. കാരണം ഓല് തണുപ്പ് കൊണ്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. അപ്പോൾ ഒരു പറയാം, അതാണല്ലോ ഒരാൾ ചോദിച്ചത്, അവിടെ ഒരു വത്തക്ക കച്ചവടം ചെയ്യാൻ പറ്റുമോ ചോദിച്ചിട്ട് മഹേശ്വറിനെ പറ്റി വേലറിഞ്ഞപ്പോഴേ. മഹേശ്വറ ഭയങ്കര ചൂടാണെന്നൊക്കെ പറഞ്ഞ സമയത്ത് അതിനൊരു സ്കോപ്പാണ് ഓല് നോക്കുന്നത്. വേറെ വിഷയം, നമ്മൾ കണക്കൂട്ടുന്നതല്ലല്ലോ മഹേശ്വറ. അല്ലാഹു തആല അവിടെയൊക്കെ വിജയം തരട്ടെ. പള്ളിയിൽ നിന്ന് ഒരാൾ ചെരുപ്പ് പോയപ്പോൾ വേറൊരാൾ ചെരുപ്പ് എടുത്തു. ചങ്ങായി ഇത് മഹേശ്വറയിൽ കൊണ്ടുണ്ടെന്ന് നോക്കുമ്പോൾ എൻ്റെത് കിട്ടുമ്പോൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻ്റാണ് കുറേ ആളുകൾ കണക്കൂട്ടിയിട്ടുള്ളത്. നല്ല ചൂടുള്ള സമയത്ത് നമുക്കൊക്കെ റാഹത്ത്, നമ്മൾ ഈ ഹൈവേയിലൂടെ ഇങ്ങനെ പോയാൽ. അപ്പോൾ പിന്നെ ഞാൻ ആലപ്പുഴയായിരുന്നു പോയത്. അപ്പോൾ വരുന്ന സമയത്ത് ഈ ഇളനീര് പാർലറുകൾ, അതുപോലെ കൂൾ ഡ്രിങ്ക്സ്, പല സംഭവങ്ങളും ഉണ്ട്. നമ്മളാ ഭാഗത്തൊക്കെ ഈ ആപ്പ ഓട്ടോറിക്ഷയുടെ കൽബ് അഥവാ എൻജിൻ എടുത്തുകൊണ്ട് കരിമ്പി ജ്യൂസിൻ്റെ മെഷീൻ കാണാം. അങ്ങനെ പല സംവിധാനങ്ങളും പല ഭാഗങ്ങളിലും ഉണ്ട്. അന്നതൊന്നും ഇല്ലല്ലോ. നല്ല ദാഹ. അപ്പോഴാണ് സ്വർണത്തിൻ്റെ പാത്രത്തിൽ നല്ല തണുപ്പുള്ള വെള്ളം. ഔസുല്ലാദം ചിന്തിച്ച എന്താണ്? എൻ്റെ ഉപ്പൂപ്പ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി. അവിടത്തേക്ക് സ്വർണം അനുവദിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഇത് നല്ല ആളല്ല, ഇത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി എന്നുള്ള കാട്ടി ഓടിച്ചു.
അതല്ലാതെ ഇപ്പത് ഉപയോഗപ്പെടുത്തി പിന്നെ ചിന്തിക്കാന്നല്ല. പഴയ കാലത്തൊക്കെ വലിയ വലിയ ഔലിയാക്കളടുത്തേക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയാൽ എടാ ദുന്യാവോണ്ട് വന്നിക്കണ് എടുത്തു പോടാ വിടുന്നതാണ്. ഇപ്പം പറയും ദുന്യാവോണ്ട് വന്നിക്കണ് വെച്ചു പോടാ വിടുന്നതാണ്. രണ്ടും തമ്മിലുള്ള ഫർക്ക് അതാണ്. ഒന്ന് എടുത്തു പോടാ, ഒന്ന് വെച്ചു പോടാ. അങ്ങനെ ആയിപ്പോയി. ഒരു സത്യവിശ്വാസിയുടെ വലിയ ആത്മീയ മേഖലയിൽ ജീവിക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ലക്ഷണം ഉൾക്കൊണ്ട ആദർശത്തിൽ അടിയുറച്ചു നിൽക്കലാണ്. ആ നിലയ്ക്ക് ചിന്തിച്ചവരാണ് പൂർവീകരായ ആളുകൾ മുഴുവനും. കഴിഞ്ഞുപോയ കാലങ്ങളിലെ വലിയ വലിയ മഹാരഥന്മാർ, അതുപോലെ മഹദികളായ ആളുകളും ആ നിലയ്ക്ക് ചിന്തിച്ചവരാണ്. സുബ്ഹാനല്ലാഹ്, മഹാനരായ ഖലീലുല്ലാഹി ഇബ്രാഹിം എത്ര പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയ വ്യക്തിത്വമാണ്. അവിടുത്തെ ഭാര്യമാര് എത്ര പ്രയാസം അനുഭവപ്പെട്ടവരാണ്. മഹാനരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഭാര്യ സാറാ ബീവി റളിയല്ലാഹു അൻഹയും ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ നല്ല സൗന്ദര്യമുള്ള, കാണാൻ ഭംഗിയുള്ളവരായിരുന്നു ഇബ്രാഹിം നബിയുടെ ഭാര്യ സാറാ ബീവി റളിയല്ലാഹു അൻഹ. രണ്ടുപേരും ഇങ്ങനെ പോകുന്ന സമയം മഹദിയായ സാറാ ബീവി വലിയ സമ്പന്നയായ തറവാട്ടിൽ നിന്ന് സാമ്പത്തികമായ മേഖലയിലെ ആ കാലഘട്ടത്തിൽ കിട്ടാവുന്ന പരമോന്നത സുഖാഡംബരങ്ങളിൽ ജീവിച്ചിരുന്ന മഹദിയാണ്. ആ മഹദി അവരുകളെ തട്ടിക്കൊണ്ടുപോവാനുള്ളൊരു സാഹചര്യം വന്നു. ബഹുമാനപ്പെട്ട മഹദിക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെ പോവേണ്ടതില്ലായിരുന്നു. എന്നാലും ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആദർശത്തിൽ ആകൃഷ്ടയായതിന്റെ പേരിൽ എല്ലാം ത്യജിച്ചു ഉമ്മമാരെ. അവസാനം രണ്ടുപേരും യാത്ര പോകുമ്പോൾ മഹദിയായ ഹാജറ ബീബി റളിയല്ലാഹു അൻഹയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഈ നാട്ടിലെ ഭരണാധികാരി വലിയ ധിക്കാരിയായ ഭരണാധികാരിയാണ്. അതുകൊണ്ട് എന്റെ അടുക്കൽ നിന്ന് നിന്നെ അവരൊരു പക്ഷേ തട്ടിക്കൊണ്ടുപോയിരിക്കും. ഒരിക്കലും നീ അവർക്ക് വിധേയപ്പെടരുത്. അതോടുകൂടെ എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് നിർബന്ധമായി വേർപിരിപ്പിക്കാൻ ശ്രമം നടത്തും. അതുകൊണ്ട് നീ എന്റെ പെങ്ങളാണെന്ന് പറഞ്ഞേക്കുക. കാരണം നീ ഒരു മുസ്ലിമത്താണ്, ഞാനൊരു മുസ്ലിമാണ്. മുഅ്മിനീങ്ങൾ തമ്മിലുള്ള സാഹോദര്യം എന്ന നിലക്കുള്ള വ്യാപകാർത്ഥം മനസ്സിൽ കരുതിയാൽ മതി. സാറാ ബീവി റളിയല്ലാഹു അൻഹയെ അവര് കൊണ്ടുപോയി ഭരണാധികാരിയുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു. ഭരണാധികാരിയോട് പറഞ്ഞു, ഈ ഭംഗിയുള്ള, ഈ പ്രതാപമുള്ള, ഈ സമ്പന്നതയുള്ള, ഈ കുലീനയായ ഈ ഒരു പെണ്ണിനെ നിങ്ങൾക്കല്ലാതെ യോജിക്കൂല. ബഹുമാനപ്പെട്ട സാറാ ബീവിയുടെ നേരെ കൈ നീട്ടി ഭരണാധികാരി. കൈ ചുരുണ്ടർ പോയി, പാമ്പ് ചുരുണ്ട പോലെയാണ് ചുരുണ്ട. എന്തേ കയ്യിൽ എന്തൊക്കെ നോക്കിയിട്ട് ഒരൊറ്റ ഊത്ത. സാറാ ബീവിയുടെ കറാമത്ത്. പിന്നെ കൈ നീരുന്നില്ല. ഈ പിടുത്തം ഇങ്ങനെ പിടിക്കുക. എന്ത് ചെയ്യാൻ? ഭരണാധികാരി കെഞ്ചി, അബദ്ധം പിണഞ്ഞതാണ്, ഞാനൊന്നും ചെയ്യൂല. റബ്ബിനോട് പറഞ്ഞു, റബ്ബേ അതൊന്ന് ശരിയാക്കി കൊടുക്കണം. സാറാ ബീവി ദുആക്ക് ഉത്തരം കിട്ടുന്നവരാണ്. സുബ്ഹാനല്ലാഹ്, കൈ ശരിയായി. വീണ്ടും കൈ നീട്ടിയപ്പോൾ കൈ ചുരുണ്ടു. 3 പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടത് കാണാം. വിശാലമായ ചരിത്രമാണ്. ഉമ്മമാരെ, അങ്ങനെ ഒരുപാട് ഉമ്മമാര് കഴിഞ്ഞുപോയ കാലത്തുണ്ടായിട്ടുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉമ്മ നല്ല ഇബാദത്ത് എടുക്കുന്നവരാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്.
അമ്പിയാക്കളുമായി പല ആളുകളെയും ആത്മീയമായ ബന്ധം വെച്ച് പുലർത്തിയവരാണ്. ആ മഹദിയായ ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ റബ്ബിനോട് പറഞ്ഞു, റബ്ബേ എനിക്കൊരു മോന് വേണം, ലോകം മുഴുവനും അറിയപ്പെടുന്ന പാണ്ഡിത്യമുള്ള വലിയ മോൻ വേണം. അങ്ങനെ ബുഖാരി ഇമാം ജനിച്ചു. ബുഖാരി ഇമാമിന്റെ പേര് മുഹമ്മദ് എന്നാണ്. ആ കുട്ടി ലോകത്ത് വലിയ പണ്ഡിതനാവണം എന്നിങ്ങനെ നിൽക്കുമ്പോഴാണ് 3-ാമത്തെ വയസ്സിൽ ഒരു പനി പിടിച്ചു. ഭയങ്കര പനി പിടിച്ച ഉടനെ 2 കണ്ണിന്റെ കാഴ്ച പോയി. സംഭവമാണല്ലോ, പോയി 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടു. രാത്രി തഹജ്ജുദിന്റെ ശേഷം ഉമ്മ ഒരൊറ്റ ദുആ, റബ്ബേ വലിയൊരു ആലിമാക്കണം എന്ന് താല്പര്യപ്പെട്ട് വളർത്തിയ മോന്റെ കണ്ണിന്റെ കാഴ്ച പിൻവലിച്ചല്ലോ റബ്ബേ, എനിക്ക് സഹിക്കാൻ കഴിയൂല, കാഴ്ച വേണം, തന്നേ പറ്റൂ, വാശി പിടിക്കുക അല്ലാഹുവിനോട്. അന്ന് മഹദി അവറുകൾ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കാണുകയാണ്. സ്വപ്നത്തിൽ കണ്ട ഇബ്രാഹിം നബി പറഞ്ഞു മഹദിയോട്, മോന് കാഴ്ച തിരിച്ചു കിട്ടിയിട്ടുണ്ട്, കാരണം ഇന്നകി മുജാബത്തുദ് ദഅവാ, ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളാണ് നിങ്ങള്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന, ദുആഇന് ഉത്തരം ലഭിക്കുന്ന ആളായി റബ്ബ് തആലയുടെ അടുക്കൽ സ്ഥാനമുള്ള വ്യക്തിയാ. അല്ലാഹു ദുആക്ക് ഉത്തരം കിട്ടുന്നവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒന്നുകിൽ ചോദിച്ച അല്ലെങ്കിൽ ബോധിച്ച, അത് രണ്ടുമല്ലെങ്കിൽ ആഖിറമിൽ മുദ്ദഖർ. നമ്മളിപ്പോ അല്ലാഹുവോട് പലതും ചോദിക്കുന്നുണ്ട്, ചിലത് കിട്ടുന്നുണ്ട്, ചിലത് കിട്ടണില്ല. ഇപ്പോ ദുആ സമ്മേളന ഇന്ന് 3-ാമത്തെ ദിവസമല്ലേ, നാളെ മറ്റന്നാളും ഉണ്ട് ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ വർഷം ചോദിച്ചു, കിട്ടിയിട്ടില്ല, കുലിന് ചോദിച്ചു നോക്കുക, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ അടുത്ത വർഷം ചോദിക്കാം. അങ്ങനെ ഒരു ഒയന്ന പോക്കുണ്ട്, ഒരു പഴയ ഒരു റാഹത്തില്ലാത്ത പോക്കാണ്. അള്ളാഹുവോട് ചോദിക്കുമ്പോൾ കിട്ടും എന്ന് കരുതി ചോദിക്കണം, കിട്ടുമോ എന്ന് കരുതി ചോദിക്കരുത്. കിട്ടും, അള്ളാഹു തരും എന്നുള്ള നിലക്ക്. അല്ലെങ്കിലും ചോദ്യങ്ങളൊക്കെ ഇപ്പം എന്തൊക്കെയായിട്ടുണ്ട്. എന്നാളൊരാൾ ചോദിക്കുകയാണ്, അള്ളാഹുവേ എനിക്കൊരു 50,000 രൂപ താ, ഞാൻ 25,000 പള്ളിക്ക് കൊടുക്കാം, ഇനി എനിക്ക് എന്നെ വിശ്വാസം അല്ലെങ്കിൽ എൻ്റെ 25,000 എടുത്തിട്ട് ബാക്കി 25,000 താ. ഒരു ദ്വേപ്പ്. ചില ആളുകൾ അങ്ങനെ ദ്വേക്കെ. എന്നാളൊരു ദ്വേ കേട്ടു, ഇംഗ്ലീഷിലാപ്പോൾ ദ്വേ. സിറാത്ത് എന്ന ഓവർ ബ്രിഡ്ജിന്റെ മുകളിലൂടെ പോകുമ്പോൾ മലായിക്കത്ത് വെൽക്കം വെൽക്കം പറയുന്നവരുടെ കൂട്ടത്തിലാക്കണം മന്നാനെ. അപ്പൊ ആത്മാർത്ഥതയോട് കൂടെ ചോദിക്കണം, അതിന് അല്ലാഹു തആല തരും. വകുപ്പ് നോക്കി തെറ്റ് ചെയ്യാതെ പശ്ചാത്തപിച്ചുകൊണ്ട് റബ്ബിനോട് ചോദിച്ചാൽ അല്ലാഹു തആല തരും. തൗബ ഉണ്ടാവും ചില പള്ളികളിലൊക്കെ. എവിടെയൊക്കെ ഉണ്ടായിരുന്നു റമദാനിൽ തൗബ, ചില ഞങ്ങളെ ഭാഗത്തൊക്കെ തൗബ ഉണ്ടാവും. തൗബ എന്ന് പറഞ്ഞാൽ അൽ ഖുർബ്, അടുക്കുക, ഇണങ്ങുക, മടങ്ങുക, ഖേദിക്കുക, 7 അർത്ഥങ്ങളുണ്ട്. അപ്പം ഈ പാടവരമ്പിലൂടെ വയലിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ചെറിയ തെങ്ങിൽ നിറയെ ഇളനീര് കാത്ത് കഴിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഇളനീര് നാട്ടുകാരതാണ്, അവരതല്ല. നമുക്ക് ഇളനീരൊക്കെ കുടിച്ച് റാഹത്തായി പോയാൽ നമുക്ക് റാഹത്തായിട്ട് ആമീൻ പറയാലോ. അപ്പോൾ അവർ പറഞ്ഞു തൗബ കയ്യുള്ളൂ, നമുക്ക് വരുമ്പോടാം, വരുമ്പോൾ വലിക്കാം, പ്രശ്നമല്ല. എല്ലാവരും ആമീൻ പറയുമ്പോൾ ഇവർ 2 ആമീനാ, ഇന്നലത്തെ ഇളനീരിനും ഇനി പോകുമ്പോഴാൾ ഇളനീരിനും. അങ്ങനെ വകുപ്പ് നോക്കി തെറ്റ് ചെയ്തിട്ട് റബ്ബിനോട് പറയുന്നതാണ്. അതിനൊരു അർത്ഥമല്ല. മഹദിയായ ഇമാം ബുഖാരിയുടെ ഉമ്മയോട് മഹാനരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു,
ദുആക്ക് ഉത്തരമുള്ള സഹോദരിയാ, കാഴ്ച തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഞെട്ടി ഉണർന്നപ്പോൾ ബുഖാരി ഇമാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ്. 3 വയസ്സുകാരൻ. ഉമ്മമാരെ, ഇങ്ങനെ ഒരുപാട് പോയ കാലങ്ങളിലുള്ള ആളുകളുണ്ട്. അവരെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നന്നാക്കി തെരുമാറാവട്ടെ. കാരണം എന്റെ ഉമ്മത്തും ഖായിമ. എന്താണ് അവരുടെ മറ്റൊരു ലക്ഷണം? യത്ലൂന ആയാത്തില്ലാ, ഖുർആൻ ഓതി ശീലിച്ചവരാ. മരണമാകും എണ്ട് ബിണ്ട് ഓതി അൻആമാലേ, മാനിദാ സൂറത്ത് തീരോ മുമ്പ് മൗത്തായാരേ. ഫന്നിവർ മൗത്ത് ഹിജ്റ 200 ആട്ടെ. റമളാനദിൽ ജോ മുഅരാവിൽ തിട്ടേ. പോയ കാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നതാ. അന്ന് എന്ത് പ്രശ്ന പ്രയാസ ദുരിത ദുരന്തങ്ങളുണ്ടെങ്കിലും വീടുകളിൽ കേട്ടിരുന്ന വരികളാ. ഇതുപോലെ സംവിധാനങ്ങളില്ലാത്ത, കത്തിക്കാൻ ഇലക്ട്രിക് ലാമ്പുകളില്ലാത്ത, ശീതീകരിച്ച റൂമുകളില്ലാത്ത, ഭൗതിക സംവിധാനങ്ങൾ ഇതുപോലെ ഇല്ലാത്ത പഴയ കാലങ്ങളിലുള്ള ആളുകളുടെ വീടുകളിലൂടെ അടുക്കലൂടെ യാത്ര പോകുമ്പോൾ അവരുടെ വീടുകളിൽ നിന്ന് കേട്ടിരുന്നതെന്താ? എന്നെയോ എന്നോട് ബാവയോ ഉമ്മയോ അറിവൈ പഠിപ്പിച്ച ഉസ്താദ്മാരെയോ എന്നെയോ മറ്റുള്ള മുഅ്മിനുകളൊക്കെയോ ആറ്റൽ നബിയുടെ ശഫാഅത്തിലക്കല്ലാ. മഹാനരായ ഗൗസുൽ ആലമിന്റെ പേരിലുള്ള മാലകളാണെന്ന് കേട്ടിരുന്നതെങ്കിൽ ലാ യസ്ലഹു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ. പോയ കാലങ്ങളിലുള്ള പിന്തുടരപ്പെടേണ്ട മാതൃകാ വ്യക്തിത്വങ്ങളിലെ സ്മരണയിലാണ് നമ്മുടെ മുൻഗാമികൾ വിജയം കണ്ടെത്തിയതെങ്കിൽ ആ ഒരു മാർഗമേ നമുക്കും വിജയം കണ്ടെത്താനുള്ള മാർഗമുള്ളൂ. അല്ലാഹു നമുക്കതിന് ഭാഗ്യം നൽകുമാറാവട്ടെ. ഖുർആൻ ഓതുന്ന ശൈലി നമ്മുടെ വീടുകളിലുണ്ടോ? ഇജ്അലൂ നസീബൻ മിനൽ ഖുർആനി ഫീ ബുയൂതികൂ. നിങ്ങളുടെ വീട്ടിൽ ഖുർആൻ ഓതുന്ന ഒരു സംവിധാനമുണ്ടെങ്കിൽ അത് വലിയ ബർക്കത്താണ്. വീട്ടിൽ ബർക്കത്തുണ്ടാവാൻ ഈ കന്നിമൂലയിൽ കൂടെ പോണ പൈപ്പ് വിളിച്ചിട്ടൊന്നും കാര്യമല്ല. അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ട്. ഇവിടെ ഉണ്ടോ? കന്നിമൂല 180 ഡിഗ്രി 270 സെൻട്രലിലൂടെ പോകുന്ന 225 ഡിഗ്രിക്കാണ് കന്നിമൂല എന്ന് പറയുന്നത്. ഗണപതി മൂല, കുബേര മൂല, നിരിർദിഗോൺ, പല പേരുമുണ്ട്. അവിടെ ബാത്റൂമിൻ്റെ കുഴി ഉണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. സബൂൽ മോബിക്കാത്തിൻ്റെ 50ാമത്തെ കുറ്റാണ്. ഒരു വെപ്പുണ്ടാകും. ചില വീട്ടിലുണ്ടാവും, നല്ല അടിപൊളി വീടായിരിക്കും, ഒരു PVC പൈപ്പ് കൊണ്ട് തുളച്ചിട്ടുണ്ടാവും ഒരു ഓട്ട. സൂത്രം പോകാൻ യമസൂത്രം, മൃതിസൂത്രം, ബ്രഹ്മസൂത്രം, കർണസൂത്രം, അൽ സൂത്രം, അർബഅത്തു അഖ്സാമി. അങ്ങനെ അതിലൂടെ പോയാൽ ഒരു വീട്ടിൽ പോയപ്പോൾ ഇങ്ങനെ കണ്ടു. അപ്പോൾ അതെന്തിനാന്ന് വെച്ചപ്പോൾ സൂത്രം പോകാനാണ്. സൂത്രം ആദ്യം കേട്ട് എനിക്ക് മൂത്രം പോകാനാണ്. അപ്പോൾ അതല്ല, സൂത്രം പോകാനാണ്. ആ ശരി, അപ്പോൾ സൂത്രം പോകാൻ. അത് ശരിയാണ്. ശൈത്താന് പോകാനേ. ഈ ശൈത്താൻ എന്തൊരു വാശി, PVCൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോകണം. എയർ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ പോലെ, ജനലിൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ പോലെ. ഇങ്ങനൊരു വാശിയുള്ള ശൈത്താൻ ഇല്ലേ? അപ്പോ വീട്ടിൽ ബറക്കത്തുണ്ടാകാൻ അൽഗനമു ബറക്ക ഖാല റസൂലുള്ളാഹി. വീട്ടിൽ ആട് വളർത്തൽ ബർക്കത്ത. ആട് വളർത്തുന്നവരുണ്ടോ? വളരെ അപൂർവം അല്ലേ?
ആട്ടുമാംസം ഫ്രിഡ്ജ് കൊടുന്ന് വെച്ചാൽ വർക്കത്തുണ്ടാവില്ല, അതല്ല. പിന്നെ ആട് വളർത്തുക, അദീക്കു ബറക്ക, കോഴി ബറക്കത്താണെന്നാണ്. കൂവുന്ന കോഴി ഉണ്ടാവില്ല, പൂവൻ കോഴി, വർക്കത്ത. അൽ ഹുറാഖു ബറക്ക, വിറക് അത് ബറക്കത്താണ്. ഇപ്പൊ വീടുകളിലൊക്കെ ഈസി കുക്കായി, ഗ്യാസായി, വിറകൊക്കെ പോയി, ബർക്കത്ത് പോയി. അങ്ങനെ ബറക്കത്തുകൾ പല മേഖലയിൽ നിന്നും നഷ്ടപ്പെട്ടു പോവുകയാണ്. അടുപ്പിൽ തീ കത്തിക്കൽ വലിയ ബർക്കത്താണ്. രാവിലെ 3 ഈലാഫ് ഓതി വീട്ടിൽ വിറക് കത്തിക്കുകയാണെങ്കിൽ വലിയ ബറക്കത്താണ്. അമ്മമാരെ ആദ്യം കത്തിക്കുമ്പോൾ 3 ഈലാഫ് ഓതുക. അങ്ങനെ ഈലാഫ് ഓതി കത്തിച്ചാൽ 2 നേട്ടാണ്. ഒന്ന്, അന്നത്തെ ഭക്ഷണത്തിൽ ഭയങ്കര ബറക്കത്താണ്. പക്ഷെ ചട്ടിണിയിൽ ഉപ്പിടാൻ മറക്കരുത്, അത് ലീലാഫിയിലൂടെ നടക്കൂല, അത് വേറെ വിഷയം. അതിന് അത് വേണം. ഇപ്പം ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് ലഖദ് ജാഅക്കും എന്ന ആയത്ത് ഓതിയ വലിയ കാവലാണ്. ലഖദ് ജാഅക്കും ഓതിയിട്ട് മർഹൂൻ അലി ഉസ്താദൊക്കെ പറയാറുണ്ട്, ലഖദ് ജാഅക്കും ഓതിയിട്ട് വണ്ടി അല്ലേ, എല്ലാവരിടത്തും വാഹനമാണല്ലോ, എല്ലാവരിടത്തും. അല്ലാഹു എല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ, കാവൽ നൽകട്ടെ. അങ്ങനെ ചില ആളുകൾ 1000 മുടക്കിയ സ്കൂട്ടിയിൽ യാത്ര ചെയ്യും, ചില ആളുകൾ ലക്ഷങ്ങൾ മുടക്കിയ ബസ്സിൽ യാത്ര ചെയ്യും, ഒക്കെ വാഹനങ്ങളാണ്. ലഖദ് ജാഅക്കും ഓതിയിട്ട് വാഹനം ഓടിക്കുകയാണെങ്കിൽ വലിയ റാഹത്താണ്. അപ്പം നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് പോക്കറ്റ് റോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ലഖദ് ജാഅക്കും ഓതി സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പോവുകയാണ്. ഹൈവേയിലെത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം, കാരണം എതിരെ വരുന്ന അണ്ണാമലോറിൻ്റെ ഡ്രൈവർ ഓതിയിട്ടുണ്ടാവില്ല, ഈ ലഖദ് ജാഅക്കും ഓല ഓതിയിട്ടുണ്ടാവില്ലല്ലോ, നമ്മളല്ലേ ഓതിയത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ചിലപ്പോൾ കാണാം ഈ സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കാരണന്മാർ ഈ സൈഡിലേക്ക് തിരിയുന്നതാണ്. അപ്പോൾ എന്താ നോക്കുമ്പോൾ നിങ്ങൾ ഇതിൽ കൂടെ പൊയ്ക്കോളി എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലം. ഒരുപാട് ശ്രദ്ധിക്കാണ്ട് നോക്കാണ്ട് എന്തോ. അപ്പോൾ അതൊക്കെ വീട്ടിൽ ബർക്കത്താണ്. ജഅലൂ നസീബൻ മിനൽ ഖുർആനി ഫീ ബുയൂതികും, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. മഹാനരായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് ഒരുപാട് ആ വിഷയങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യനായ മുആവിയത്തുൽ മുസനി റളിയല്ലാഹു അൻഹു ത്വായിഫിൽ വെച്ച് മരണപ്പെടുകയാണ്. ത്വായിഫിൽ വെച്ച് മരണപ്പെട്ടവരാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അതുപോലെ ഒരുപാട് സ്വഹാബിമാര് ത്വായിഫിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ട്. ആ മരണപ്പെട്ടവരിൽ പ്രധാനിയാണ് മഹാനരായ മുആവിയത്തുൽ മുസനി തങ്ങള്. വഫാത്തിന്റെ മുമ്പ് കൂടെയുള്ള ചുറ്റുഭാഗത്തുമുള്ള ആളുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ, വസിയ്യത്ത് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞതെന്താണ്? മഹാനരായ മുആവിയത്തുൽ മുസനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ജനാസ നിസ്കരിക്കാനും സംസ്കരിക്കാനും ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് വന്നിട്ടേ നിങ്ങൾ ചെയ്യാവൂ. കൂടെയുള്ള ആളുകൾ പറഞ്ഞു, അവിടുന്ന് മദീനയിലല്ലേ, ഏകദേശം 600-നടുത്ത് കിലോമീറ്റർ ഉണ്ട് മദീനയിലേക്ക്, 200-നടുത്ത് കിലോമീറ്റർ ഉണ്ട് മക്കയിലേക്ക്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് 430 കിലോമീറ്റർ ആണ്. ഈ നിലയ്ക്ക് ഇത്രയും ദൂരമുള്ള സ്ഥലത്തേക്ക് മദീനയിലേക്ക് മക്കയിൽ നിന്ന് ഹിജറ വന്നപ്പോൾ തന്നെ ഒരുപാട് ദിവസങ്ങൾ വേണ്ടി വന്നിട്ടില്ലേ? അതുകൊണ്ട് എങ്ങനെയാണ് മുആവിയ അങ്ങനെ ഒരു സംഭവം നടക്കുക? നോർമലി മൈൻഡിൽ ചിന്തിക്കുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? അവിടുന്ന് പറഞ്ഞു, എന്റെ ജനാസ മുത്ത് നബി വന്നിട്ടല്ലാതെ
നിങ്ങൾ നിസ്കരിക്കുകയോ അടുക്കുകയോ ചെയ്യരുത് എന്ന് മുആവിയ തങ്ങൾ അവിടുന്ന് വസിയ്യത്ത് ചെയ്യുമ്പോൾ അവിടുന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം മദീന പള്ളിയിൽ സുഫത്തിന്റെ അഹ്ലുകാരുടെ ഇടയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് അങ്ങയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ മുആവിയത്തുൽ മുസനി തങ്ങള് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങക്ക് അവിടേക്ക് എത്തണ്ടയോ നബിയേ? ആ പോവാം, ഒന്ന് കണ്ണ് ചിമ്പിച്ച് തുറക്കാൻ പറഞ്ഞു. കണ്ണ് അടച്ച് തുറക്കാൻ തുറന്നപ്പോഴേക്ക് അവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയാ? അങ്ങനെയാ, അതിനാ മുഇസ്സത്ത് എന്ന് പറയാം. എങ്ങനെയാ തിരിയാത്തതാ മുഇസ്സത്ത്. നബി തങ്ങൾ വിരലിലൂടെ വെള്ളം കൊടുത്തു. എങ്ങനെയാ? അങ്ങനെയാ, അതാ ആൻസർ. അറിയില്ല, അയ്യോ സംഭവങ്ങൾ. ജനാസ സംസ്കരണത്തിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, 70,000 മലക്കുകൾ ഒരു സഫിൽ. അങ്ങനെ ആയിരക്കണക്കിന് സഫ് മലക്കുകളുണ്ട്. മലക്കുകൾ സഫ് കെട്ടി ജനാസ നിസ്കരിക്കാൻ റബ്ബിന്റെ നിർദ്ദേശമാണ്. റബ്ബിന്റെ നിർദ്ദേശമുണ്ടാവാൻ കാരണം അല്ലാഹുവിന്റെ അടുക്കൽ മഖബൂലായ വ്യക്തിത്വമാണ് മുആവിയത്തുൽ മുസനി തങ്ങള്. ഈ നിലക്ക് സ്ഥാനം നൽകപ്പെടാനുള്ള കാരണം എന്താ? അവിടുന്ന് പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞു, കാന യുഹിബ്ബുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തിരുന്നു. ഖാല റസൂലുള്ളാഹി, ഇഖ്ലാസ് ഇഷ്ടപ്പെടും. എപ്പോഴും ഖുൽ ഹുവല്ലാഹു ഓതുക. വീട്ടിൽ കയറുമ്പോൾ ഖുൽ ഹുവല്ലാഹു ഓതിയാൽ യസീദ് ഖൈറു ബൈതിക, വീട്ടിലെ ഖൈർ വർദ്ധിക്കുമെന്നാണ്.